കുറുക്കുകൾ ഉണ്ടാക്കുമ്പോൾ കുറുക്കളിനകത്തേക്ക് പശുമ്പാൽ ഒഴിച്ച് കുറുക്കണമോ എന്ന് പലരും ചോദിച്ചു. ആദ്യത്തെ 6 മാസം നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കുന്നു. 6 മാസത്തിന് ശേഷമാണ് നമ്മൾ കുറുക്കുകൾ കൊടുത്തു തുടങ്ങുന്നത്. പശുവിൻ പാലും ആട്ടിൻപാലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഐഡിയൽ 18 മാസം മുതൽ 2 വയസ്സിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കഴിവതും നമ്മൾ നോർമലായിട്ട് വെള്ളത്തിൽ കുറുക്കിയതിന് ശേഷം അവസാനം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കണ്ട, ബിക്കോസ് അത് പിരിയാൻ സാധ്യതയുണ്ട്. കാലറി കണ്ടന്റ് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലത് പശുവിൻ പാലാണ്. ആട്ടിൻപാലും പശുവിൻ പാലും കുഞ്ഞുങ്ങൾക്ക് ഐഡിയൽ 18 മാസം മുതൽ 2 വയസ്സിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഉചിതം. ബിക്കോസ് അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. അത് കിഡ്നിക്ക് ഓവർലോഡ് വരുത്തുകയും ചെയ്യുന്നു. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാലും ആട്ടിൻപാലിലുമുള്ള പ്രോട്ടീൻസ് അലർജി ഉണ്ടാക്കുന്നതാണ്. അമിതമായിട്ടുള്ള പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ വിശപ്പ് ശമിച്ചു പോവുകയും അത് കുഞ്ഞുങ്ങൾക്ക് വിളർച്ച ഉണ്ടാക്കാനുള്ള കാരണവുമാകുന്നു. അതുകൊണ്ട് പശുവിൻ പാലും ആട്ടിൻപാലും അമിതമായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡേറ്റ്സ്, ബദാം ഒക്കെ കൊടുക്കാമോ എന്ന് പലരും ചോദിച്ചു. നമുക്ക് ഡേറ്റ്സ്, ബദാം, നോർമൽ നട്ട്സ്, പീനട്ട്സ്, വാൽനട്ട് ഇവയെല്ലാം കുറച്ചെടുത്ത് ഓരോന്നും വറുത്ത് പൊടിച്ച് നമ്മളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് അതിൽ നിന്ന് നനയാത്ത സ്പൂണിൽ എടുത്ത് നമുക്ക് കുറുക്കുകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ചെറിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം തന്നെ കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. അവർക്ക് വിക്കിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറുക്കുകളിൽ ചേർത്ത് കുറുക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല.